കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ വീഴ്ച. മുതലപ്പുഴയിൽ മന്ത്രി സി.പി. ജോണിന്റെ ഉറപ്പ് വെറും വാക്കായി. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക തിരച്ചിൽ നടത്താനായില്ല. ഷിജിന്റെ കുടുംബവും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധത്തിലാണ്. തർക്കത്തിനൊടുവിൽ 3 അംഗ സ്കൂബ സംഘം ഉച്ചയ്ക്കെത്തി മുതലപ്പുഴയിൽ തിരച്ചിൽ നടത്തി മടങ്ങി. സ്കൂബ ഡൈവേഴ്സ് എത്താൻ വൈകിയതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതിന് സമാനമായി സ്വന്തം നിലയിൽ തിരയുകയാണെന്ന് ഷിജിന്റെ ഭാര്യ സഹോദരി സ്റ്റെഫി വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ജോണിനു വേണ്ടിയും കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും തിരച്ചിലും തുടരുകയാണ്. മുതലപ്പുഴയിൽ ബോട്ട് അപകടമുണ്ടായിട്ട് 9 ദിവസം പിന്നിടുകയാണ്. ഇന്നും കാണാതായ ഷിജിനെ കണ്ടെത്താനായിട്ടില്ല. രാവിലെ 5:45 വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഒപ്പം കൂട്ടി തിരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബത്തിനും നൽകിയ ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് അധികൃതർക്ക് പാലിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ തൊഴിലാളികളുമായി രാവിലെ തന്നെ ഈ തിരച്ചിലിന് വേണ്ടി എത്തി. പക്ഷേ 9 മണിക്ക് ശേഷമാണ് ഈ ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ തന്നെ എത്തിയത്. കടുത്ത പ്രതിഷേധമാണ് കുടുംബം രേഖപ്പെടുത്തിയത്. അവരിപ്പോൾ കുറേ നേരം കൊണ്ട് പറഞ്ഞു ഇപ്പോൾ തുടങ്ങും പിന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഉൾക്കടലിൽ തിരക്കാനല്ല, ഞങ്ങൾക്ക് കല്ലിൻ്റെ ഇടയിൽ തിരക്കാനാണ് ഞങ്ങൾ ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിട്ടിട്ടുണ്ട്, ഉൾക്കടലിൽ തിരയാൻ വേണ്ടി ഞങ്ങളുടെ വള്ളങ്ങളെ തന്നെ വിട്ടിട്ടുണ്ട്. എന്നാലും അവിടെ തിരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളിവിടെ കിടക്കുന്ന ഇടത്തിൽ നമുക്ക് തിരയേണ്ടത്. കല്ലിലെ വലയിൽ എന്തൊരു കുടുങ്ങി കിടപ്പുണ്ട് ആള്. ഈ ഒരു സമയമുണ്ട്, ഈ സമയത്ത് കടൽ കയറ്റവും ഇറക്കമുണ്ട്, ഞങ്ങൾക്ക് സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. ഈ സമയത്തല്ലേ ഉണരേണ്ടത്. രാവിലെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെല്ലാം കാത്തു നിൽക്കുന്നു. ഒരു വളരെ ദുഃഖമായിട്ട് പറയട്ടെ, ആള് പോയി കൊടുക്കവർക്ക് അങ്ങനെയെങ്കിലും. ഞങ്ങളുടെ ആൾക്കാർക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണ്ടേ. അവർ ചൂടാവുന്നും പ്രതികരിക്കുന്നുമില്ല. അവർക്ക് മനുഷ്യരല്ലേ. കല്ലിൻ്റെ അവിടെ നിന്ന് ഒന്ന് സെർച്ച് ചെയ്യാനാണ്, ഈ കല്ലിൻ്റെ ഇടയിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ പൊഴി മുറിക്കുന്ന പ്രദേശത്ത് അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള കല്ലുകൾക്കിടയിൽ പുലിമുട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്ത് പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതുവരെ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മന്ത്രി സി.പി. ജോൺ നൽകിയ ഉറപ്പും പാഴ്വാക്കായി എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് പ്രദേശത്ത് ആകെയുള്ളത്. ഇപ്പോഴും കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരവും സങ്കടകരവുമായ കാര്യം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്. നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഇന്നേക്ക് 9 ദിവസമാകുന്നു ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഈ വിഴിഞ്ഞത്തും ഈ മുതലപ്പുഴയിലും നീണ്ടകരയിലും ഈ 3 പേരെ കാണാതായിട്ട് ഇന്നേക്ക് 9 ദിവസമാവുകയാണ്. ഈ മുതലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഈ മുതലപ്പുഴയിൽ ഇന്നലെ മന്ത്രി സി.പി. ജോൺ ഉൾപ്പെടെയുള്ളവർ കുറച്ച് ഉറപ്പുകൾ ഈ കുടുംബത്തിന് നൽകിയിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികളെ, പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തിരച്ചിൽ നടത്താമെന്ന്. എന്നാൽ ഇന്നത് സാധ്യമാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ 5:45 ആ മത്സ്യത്തൊഴിലാളികളും കുടുംബവും ഒക്കെ അവിടെ എത്തുന്നൊരു സാഹചര്യമാണ്. എന്നാൽ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അധികൃതരും ഒക്കെ എത്തിയത് രാവിലെ 9 മണിക്ക് ശേഷമാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ബോധ്യപ്പെടുത്തൽ എന്ന രീതിയിൽ ഈ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്താതെയുള്ള 1 മണിക്കൂർ തെരച്ചിൽ നടത്തി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്താണ് ഈ മത്സ്യത്തൊഴിലാളികളോട് സർക്കാരിന് ഇത്രയും വലിയൊരു അലംഭാവം കാട്ടുന്നത്? അവന്തിക, ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടായി. അവർ നേരെ ഈ പറയുന്ന കോസ്റ്റൽ ഗാർഡിൻ്റെയും ഒപ്പം തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. റോഡിൽ കുത്തിയിരുന്നു. പ്രായമായ അവരുടെ തന്നെ അമ്മ, ഒപ്പം തന്നെ മാതാപിതാക്കൾ, ഒപ്പം തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞിനെ അടക്കം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ദയനീയമായ ചിത്രം കഴിഞ്ഞ ദിവസം മഴയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മന്ത്രി സി.പി. ജോൺ അവിടെ എത്തി ഇവരുമായി, മത്സ്യത്തൊഴിലാളികളുടെ കുടുംബമായി, ഈ പറഞ്ഞ ഷിജിൻ്റെ ഭാര്യയോടും ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പ് എന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വച്ചത് ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ സർവ്വസജ്ജമായ ഒരു തിരച്ചിൽ വേണം. ആ തിരച്ചിലിൽ അവർ മത്സ്യത്തൊഴിലാളികൾ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഈ മുതലപ്പുഴ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തുന്നവർ അവരെ കൂടി ഉൾപ്പെടുത്തി 5 തെങ്ങിൽ നിന്ന് 10 മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്തി അവിടുത്തെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സംബന്ധിച്ചിടത്തോളം കടലിൻ്റെ ഈ വളരെ ക്ഷോഭമായ അവസ്ഥ, ഒപ്പം തന്നെ അടിയൊഴുക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വള്ളത്തിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഈ മുതലപ്പൊഴി പൊഴി മുറിയുന്ന കടലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ഈ അപകടമുണ്ടാകുന്നത് സ്ഥിരമായി.
വലിയ തരത്തിലുള്ള ഒഴുക്കുണ്ടാവും. കാരണം വള്ളം അകത്തേക്ക് പോകുമ്പോഴും തിരിച്ച് ആ പുഴി മുറിച്ച് കടന്ന് പുഴയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലുമുള്ള ആ ഘട്ടത്തിലാണ് ഈ വള്ളങ്ങൾ മറിയുന്നത്. വലിയ തരത്തിൽ ശക്തമായ കടൽത്തിരയെ അതിജീവിക്കാൻ ആ ഘട്ടത്തിൽ ബോട്ടുകൾക്ക് കഴിയാതെ വരും. അങ്ങനെ കടൽ പ്രക്ഷുബ്ധമായ ഘട്ടത്തിലാണ് ഈ ജൂലൈ മാസം 31-ാം തീയതി രാത്രിയോടുകൂടി 7 മണിയോടുകൂടി ഈ അപകടമുണ്ടാകുന്നത്. ഈ അഞ്ചുതെങ്ങിലുള്ള ജോസ് എന്ന് പറയുന്ന ആളുടെ വള്ളത്തിൽ നിന്ന് പോയ 5 പേരാണ്. അതിൽ 3 പേർ നീന്തി കരയ്ക്ക് അടുത്തു, 2 പേർ നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസമാണ് ഒരാളെ ഏകദേശം 20 കിലോമീറ്റർ അപ്പുറമുള്ള ശംഖുമുഖത്ത് വെച്ച് മൃതശരീരം ലഭിക്കുന്നത്. അടുത്ത ആളെന്ന് പറഞ്ഞ ഷിജിനാണ്. ഇന്ന് 9ാമത്തെ ദിവസമായി തിരച്ചിലെന്ന് പറഞ്ഞ് രാവിലെ തന്നെ എല്ലാ ദിവസവും മറൈൻ വിഭാഗത്തിൻ്റെ ഒരു ബോട്ട് പുറംകടലിലേക്ക് പോയി എന്ന് പറയും. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിൻ്റെ ഒരു ബോട്ട് ഈ പറഞ്ഞ മുതലപ്പുഴി ഭാഗത്ത് ഈ വള്ളം അപകടം നടന്ന പ്രദേശത്തും രാവിലെ തന്നെ ഉണ്ടാകും. പക്ഷേ തിരച്ചിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ആരോപണം. ഇന്ന് രാവിലെ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴും കണ്ട കാഴ്ച അങ്ങനെ തന്നെയാണ്. ഇത് ഔദ്യോഗികമായി തിരച്ചിൽ നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഈ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനുള്ള എവിടെയാണോ അപകടം നടന്നത് അവർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഒഴുകിപ്പോയിരുന്നുവെങ്കിൽ മറ്റ് മൃതദേഹത്തിനൊപ്പം തന്നെ ഇത് കണ്ടെത്തേണ്ടതായിരുന്നു. ഇപ്പോൾ അവിടെ അപകട സാധ്യതയുള്ളൂ. മുമ്പുണ്ടായ അപകടങ്ങളുടെ ഒരു രീതി അനുസരിച്ച്, ഒരു പാറ്റേൺ അനുസരിച്ച് ഈ പുലിമുട്ടുകൾക്കിടയിലേക്ക് കുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ പ്രദേശത്ത് പരിചയസമ്പന്നരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടി ഉൾപ്പെടുത്തി സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി അവിടെ തിരച്ചിൽ നടത്തണം. അതിനുവേണ്ടിയാണ് ഇന്ന് 5:45-ന് വന്ന് തിരച്ചിൽ ആരംഭിക്കാം എന്ന നിർദ്ദേശം മന്ത്രി നൽകിയത്. കഴിഞ്ഞ ദിവസം മന്ത്രി അവിടെ എത്തിയ ശേഷം ഇത് തനിക്ക് ജില്ലയുടെ പ്രത്യേക ചുമതല മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇന്ന് വന്നു പോകുന്നതല്ല, നാളെ മുതൽ താൻ ഇവിടെ ഉണ്ടാവും, ഇനി വീണ്ടും വരും എന്നൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വാഗ്ദാനം നൽകി പോയത്. പക്ഷേ CP ജോൺ പറഞ്ഞ ഒരു വാഗ്ദാനവും നടന്നില്ല. ഇന്ന് മത്സ്യത്തൊഴിലാളികൾ 5:45-ന് അവരുടെ കുടുംബാംഗങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അവരുടെ പ്രതികരണമാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. അവർ അവിടെ കാത്തിരുന്നു. 10-ലധികം വരുന്ന അഞ്ചുതെങ്ങിൽ നിന്ന് കൊണ്ടുവന്ന മത്സ്യത്തൊഴിലാളിയുമായി അവരവിടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ സ്കൂബ ഡൈവേഴ്സ് എത്തിയില്ല. 9:15-ന് ശേഷമാണ് ഈ ഫിഷറീസ് വകുപ്പിൻ്റെ EI ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നത്. രണ്ടാമതാണ് ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റുദ്യോഗസ്ഥർ ഓരോരുത്തരായി അവിടെ വരുന്നത്. അതിനുശേഷം ഈ പ്രതിഷേധമുണ്ടാകുന്നു, മാധ്യമങ്ങളെത്തുന്നു, ബന്ധുക്കൾ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് ശേഷമാണ് സ്വകാര്യ സ്കൂബ ഡൈവേഴ്സിനെ ഫിഷറീസ് വകുപ്പ് വിളിക്കുന്നത്. അത് സ്കൂബ ഡൈവേഴ്സ് അവിടെ 12 മണിയോടുകൂടി എത്തിയ സ്കൂബ ഡൈവേഴ്സ് 4 പേരെത്തി. അവർ തന്നെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി മന്ത്രി പറഞ്ഞതൊന്നും മത്സ്യത്തൊഴിലാളികളെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, താൽക്കാലികമായി കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളെത്തി അവിടെ ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ശേഷം 10 മണിക്ക് ശേഷമാണ് സ്കൂബ ഡൈവേഴ്സിനെ വിളിച്ചത്. അതിന് മറ്റൊരു കാര്യം കൂടി മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. രാവിലെ ആ സമയത്ത് തിരച്ചിൽ നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ അനുകൂലമായിരുന്നു. വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാകുന്ന സമയമാണ്. ഈ രാവിലത്തെ ലഭിക്കുന്ന സമയത്തിനുള്ളിൽ ആ ശാന്തസുന്ദരമായ, പ്രത്യേകിച്ച് ആ സമയത്ത് കടൽ കൂടുതൽ വിസിബിളാണ്. ആ സമയത്ത് അകത്തേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയും. പ്രക്ഷുബ്ധമായ കലങ്ങി മറിഞ്ഞൊരു കടലിൻ്റെ അവസ്ഥ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറഞ്ഞു, രാവിലെ പുലർച്ചെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു 12 മണി വരെയുള്ള സമയം, ഉച്ചവരെയുള്ള സമയം ഏറെ നിർണായകമാണ് എന്ന കാര്യം മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പരിചയസമ്പന്നതയും ഒപ്പം തന്നെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടും 9 ദിവസമായി ഒരു മത്സ്യത്തൊഴിലാളി കടലിലേക്ക് പോയി, കടലിൽ അകപ്പെട്ടു പോയി, അതിനെ ഇത്രയും ഗുരുതരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും ഫിഷറീസ് വകുപ്പ് മന്ത്രി 3 സ്ഥലത്തും വന്നിട്ടില്ല. അവിടെ നമ്മൾ കൊല്ലത്ത് നീണ്ടകരയിൽ പോയില്ല, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വന്നില്ല, മുതലപ്പുഴയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ നമ്മൾ മുതലപ്പുഴയെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ, GR അനിൽ മുൻ മന്ത്രി അടക്കമുള്ള നേതാക്കൾ ഇന്ന് അവിടെ വന്നിരുന്നു. അവർ തന്നെ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ പ്രദേശത്തെ MLA ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേഷനിലുള്ള നേതൃത്വം നൽകേണ്ട ഒരാളാണ്. അവർ രമ്യ ഹരിദാസാണ് നിലവിലെ സിറ്റിംഗ് MLA. അവർ ഈ അപകടം നടന്നതിൻ്റെ പിറ്റേ ദിവസം അവിടെ എത്തി ബന്ധുക്കളെ ആശ്വസിച്ച് മടങ്ങി. അതിനുശേഷം ആ മുതലപ്പുഴയിൽ ഒരു നിമിഷം തുടരണം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ PP ചിത്തരഞ്ജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, ഇന്നേക്ക് 9 ദിവസമായിരിക്കുകയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട്. ഇന്ന് ഈ മുതലപ്പുഴയിൽ ഇന്നലെ മന്ത്രി CP ജോൺ കുറച്ച് ഉറപ്പുകളൊക്കെ കുടുംബത്തിന് നൽകിയിരുന്നു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ തെരച്ചിൽ ആരംഭിക്കാമെന്ന്. എന്നാൽ അവരുടെ ഈ മന്ത്രിയുടെ ഉറപ്പെല്ലാം പാഴ്വാക്കാകുന്നതാണെന്ന് കാണാൻ സാധിച്ചത്. രാവിലെ വെളുപ്പിന് 5:45 കൂടി തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അധികൃതരൊക്കെ എത്തിയത് ഏറെ വൈകിയാണ്. ഈ ഉച്ചയായപ്പോൾ ഒരു സംഘം സ്കൂബ ഡൈവേഴ്സ് എത്തി 1 മണിക്കൂർ തെരച്ചിൽ നടത്തി അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് മുതലപ്പുഴയിലെ മാത്രം കാര്യമല്ല, വിഴിഞ്ഞത്ത് നിന്ന് കാണാതായവരെയും നീണ്ടകരയിൽ നിന്ന് കാണാതായവരെയും കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള തെരച്ചിൽ ഈ മന്ദഗതിയിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്രയും ഒരു അലംഭാവം ഈ കാര്യത്തിലുള്ളത്?
ഞാനിപ്പോൾ നീണ്ടകരയില് 3 പേർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഇനിയും തിരിച്ചു വരുവാനുള്ള ഗൗതം കൃഷ്ണയെ കാത്ത് അമ്മയും അമ്മുമ്മയും മറ്റു ബന്ധുക്കളും എല്ലാം അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന കാഴ്ചയിലാണ് കാണാൻ കഴിയുന്നത്. അവിടെയും അവരെല്ലാം പറയുന്ന ഒരേ ഒരു പ്രശ്നം, ഇതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂനതകളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേടെന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഫിഷറീസ് വകുപ്പ് മാറിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസങ്ങളാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ വരാൻ പോകുന്ന ഈ പ്രളയത്തെയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ചില ക്രമീകരണങ്ങൾ വരുത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി ഒരു പ്രത്യേക DDയെ ചുമതലപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് തന്നെയുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ചുമതലയുണ്ടായിരുന്ന DDയെ സ്ഥലം മാറ്റി, രാഷ്ട്രീയ വകപോക്കലുടെ സ്ഥലം മാറ്റി. എന്നിട്ട് ഇപ്പോഴും ആ പോസ്റ്റിലേക്ക് ആളെ വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ ഏകോപനം നടക്കും? ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ലാത്ത നിലയിൽ അനാഥമായി നിൽക്കുകയാണ് നമ്മുടെ ഫിഷറീസ് വകുപ്പ്. ഇവിടെ വേണ്ടത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രാദേശികമായി തദ്ദേശികരായ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവരുടെ സേവനം കൂടെ വിനിയോഗിക്കണം. അതിനവർ തയ്യാറാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവരെ പ്രയോജനപ്പെടുത്തുവാൻ പോലും ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ തീരദേശത്ത് ഇനിയും തിരിച്ചു വരുവാനുള്ള 4 പേരെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. 11 പേരാണ് ഈ കുറഞ്ഞ ദിവസക്കാലത്തുള്ളിൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോയവർ മരണപ്പെട്ടത്. മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇതിനു മുമ്പും പല അപകടങ്ങൾ ഉണ്ടാകുന്ന വേളയിലെല്ലാം അതിന് പരിഹാരമുണ്ടാക്കാനും അവിടെ ചെന്ന് സാന്ത്വനം ഏകാനും അവിടുത്തെ ദുഃഖിതരായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുവാനും അന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ MLAയും ഒക്കെ സജീവമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന സഖാവ് ശശി ഈ കാര്യത്തിലെല്ലാം അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാലോ, കടപ്പുറത്തെക്കുറിച്ചോ ആ മേഖലയെക്കുറിച്ചോ അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്ത ഒരു ജനപ്രതിയാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ജനവിധിയൊന്നും ഞാൻ ചോദ്യം ചെയ്തില്ല. പക്ഷേ ഗഫൂർ എന്ന് പറയുന്ന ഇന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി, ഈ വകുപ്പിന് തന്നെ ഒരു അപമാനമാണ്. ഈ തൊഴിലാളികൾക്ക് ഒരു പ്രതീക്ഷയും ഈ വകുപ്പിനെ കുറിച്ചും ഈ മന്ത്രിയെ കുറിച്ചും ഇന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന സന്ദർഭത്തിലെങ്കിലും ഉറപ്പുകൾ കൊടുത്താൽ പോരാ, ഉറപ്പുകൾ പാലിക്കപ്പെടാൻ തയ്യാറാകണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതായത് ഈ ഫിഷറീസ് മന്ത്രി ഈ അബ്ദുൾ ഗഫൂർ ഇതുവരെയും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യമാണ്. ഫിഷറീസ് വകുപ്പും ഇത്തരത്തിലൊരു മന്ത്രിയും ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാനും അത് തന്നെയാണ്. ഈ 3 പേർ മരണപ്പെട്ട വീടുണ്ടല്ലോ, ആ വീട്ടിന്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച്. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് 2 പേർ, മുതലപ്പുഴയിൽ 2 പേർ, ആലപ്പുഴയിൽ ജൂലൈ മാസം 23-ാം തീയതി ഒരു മത്സ്യത്തൊഴിലാളി പോയതാണ്. ഇവരാരും ഈ വീടുകളിലേക്കൊക്കെ ഒന്ന് എത്തണമല്ലോ, ഒന്ന് ചെല്ലണമല്ലോ, അവരൊന്ന് ആശ്വസിപ്പിക്കണമല്ലോ. അതൊന്നും നടക്കുന്നില്ല. പകരം ഏതെങ്കിലുമൊക്കെ മന്ത്രിക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറുകയല്ല ചെയ്യേണ്ടത്. ഫിഷറീസ് വകുപ്പ് മന്ത്രിമാരായിരുന്നവരാരും അങ്ങനെയല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് ഈ വകുപ്പ് ഉണ്ടോ അല്ലെങ്കിൽ മന്ത്രി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയൊരു അനാഥത്വമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ശരി, ഈ സമയം നമ്മോട് പ്രതികരിച്ചതിന് നൃപൻ കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഇപ്പോൾ ഈ PP ചിത്തരഞ്ജൻ സൂചിപ്പിച്ചതുപോലെ ഈ ഫിഷറീസ് മന്ത്രിയെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഈ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ലേ? ഒരു ഏകോപനക്കുറവ് അവിടെ ഉണ്ടായിട്ടില്ലേ? അവന്തിക, മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് മുതലപ്പുഴയിലും ഒപ്പം തന്നെ ചിത്തരഞ്ജൻ MLA പറഞ്ഞതുപോലെ 3 പ്രദേശം, ഒന്ന് വിഴിഞ്ഞം, ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായ സംഭവം, എവിടെയാണ് ഈ പറഞ്ഞ മുതലപ്പുഴയിലുണ്ടായ സംഭവം, മറ്റൊന്ന് നീണ്ടകരയിൽ, 3ഇടത്തും ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ വരിക എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് ഇപ്പോൾ തിരച്ചിലിന് നേരിട്ട് ഇറങ്ങാൻ കഴിയില്ല. പക്ഷെ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്.
നേരത്തെ തന്നെ അവിടെ തന്നെ ചിറയൻകീഴിലുള്ള MLA സംബന്ധിച്ച് ഇന്ന് അദ്ദേഹം അവിടെ വന്നിരുന്നു. ഈ പറഞ്ഞ പ്രദേശത്ത് ഹാർബറിൽ വന്നിരുന്നു, അവിടെ സന്ദർശിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളെ ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഈ പ്രദേശത്ത് ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് അവിടെ എം വിൻസെൻ്റ് MLA ഉണ്ട്. അദ്ദേഹം UDFൻ്റെ MLA ആണ്, തുടർച്ചയായി വിജയിക്കുന്ന ഒരു MLA ആണ്. ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം പലരും ഉന്നയിക്കുന്നുണ്ട്. ഓഖി കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ അവിടെ മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിടാൻ നേതൃത്വം നൽകിയ ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ള ആരോപണം അന്ന് തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വരുന്നില്ല? വിഴിഞ്ഞത്ത് തന്നെ ഈ പറയുന്ന നഷ്ടപ്പെട്ടുപോയ തൊഴിലാളിയുടെ മകൾ തന്നെ വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. ഈ ഘട്ടത്തിൽ ജൂലൈ 31-ാം തീയതി ഇങ്ങനെ ഈ പറഞ്ഞ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരുന്നു. ആ മുന്നറിയിപ്പ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് നൽകിയോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം 7:00-ക്ക് ശേഷമാണ്, രാത്രിയോടുകൂടിയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. പല മത്സ്യത്തൊഴിലാളികളും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറഞ്ഞ കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ ദുരന്ത നിവാരണ വിഭാഗം തയ്യാറാക്കിയ അലർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ റവന്യൂ വകുപ്പും മുഖ്യമന്ത്രി ഓഫീസും ആ ഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന വിമർശനം ഇപ്പോഴും ഉണ്ട്. ഒപ്പം തന്നെ അത് കോർഡിനേറ്റ് ചെയ്യേണ്ട വകുപ്പുകളുണ്ട്. അതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ, താഴെത്തട്ടിലുള്ള പ്രാദേശിക തദ്ദേശ സ്ഥാപനങ്ങൾ. ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പ്രാദേശികമായിട്ടുള്ള MLA-മാർക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട്. അതവിടെ ഉണ്ടായിട്ടുണ്ട്. മുതലപ്പുഴയിലും ഉണ്ടായിട്ടില്ല, വിഴിഞ്ഞത്തും അക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ രണ്ടിടത്തും MLA-മാർ രംഗത്ത് വരുന്നില്ല. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് ഒപ്പം തന്നെ നേവിയുടെ സഹായം തേടേണ്ടതുണ്ട്. ഈ ദുരന്ത നിവാരണ വിഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അവരുടെ കോസ്റ്റൽ ഗാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളിലും പ്രാദേശികമായി നിൽക്കുന്ന പരിചയസമ്പന്നനായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ അറിയാവുന്ന മനുഷ്യരെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തേണ്ടത്. അങ്ങനെ ഒരു മുന്നൊരുക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് വലിയ വിമർശനമാണ്. ഇനി ദുരന്തം നടന്ന ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആദ്യത്തെ ഈ മത്സ്യത്തൊഴിലാളി 6-8 മണിക്കൂർ അടക്കം പുറംകടലിൽ മത്സ്യത്തൊഴിലാളി നിന്ന് അതിജീവിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ബോട്ട് മറിഞ്ഞ ശേഷവും മറിഞ്ഞു കിടക്കുന്ന ബോട്ടിൽ മണിക്കൂറുകൾ പിടിച്ചു നിന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ പുഴയിലടക്കം സ്ഥിരമായി ഇതേ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ തന്നെ പോയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. തിരിച്ച് കടവിലേക്ക് എത്തുമ്പോൾ ഫിഷറീസിൻ്റെ ബോട്ടിലേക്ക് കയറുന്നു എന്നതല്ലാതെ ഇവരെ നേരിട്ട് രക്ഷപ്പെടുത്തുന്നത്. ഇന്ന് തന്നെ നമ്മളവിടെ പോയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇതേ ആശങ്ക പറഞ്ഞതാണ്. ആ ഘട്ടത്തിൽ രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ, ഹെലികോപ്റ്ററിൻ്റെ സഹായം ലഭിച്ചില്ല. ഒപ്പം തന്നെ കോസ്റ്റൽ ഗാർഡും ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പും ആ ഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല. മറൈൻ ഫോഴ്സിൻ്റെ പൂർണ്ണമായ സഹകരണം ലഭിച്ചില്ല എന്ന കാര്യം 13 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഫിഷറീസിൻ്റെ വിഭാഗം അവിടെ എത്തിയത്, കോസ്റ്റൽ ഗാർഡ് അവിടെ എത്തിയതെന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് തുടർന്നുള്ള നടപടി. ആ തുടർന്നുള്ള നടപടികളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉള്ളതുകൊണ്ടാണ് അവരുടെ വീട്ടുകാർ, ഷിജിൻ്റെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം റോഡ് ഉപരോധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇനി നീണ്ടകരയിൽ അമ്മ പരസ്യമായി രംഗത്ത് വന്നു. ഇപ്പം തന്നെ നമ്മൾ വിഷ്വൽ കാണിക്കുന്നത് നീണ്ടകരയിലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. താൻ ഇന്ന് നേരിട്ട് വന്ന് പറഞ്ഞ ശേഷം മാത്രമേ ഈ സർക്കാർ ഉണരുമോ എന്ന് അവർ ചോദിച്ചതാണ്. വിഴിഞ്ഞത്ത് ജോൺ മത്യാസിൻ്റെ മകളും കഴിഞ്ഞ ദിവസങ്ങളായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇന്ന് മുതലപ്പുഴയിൽ നടന്ന സംഭവം കൂടി കൂട്ടി വായിക്കുമ്പോൾ സർക്കാർ ഇത്തരം വിഷയങ്ങൾ കാണിക്കുന്ന കെടുകാര്യസ്ഥ അനാസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മന്ത്രി എത്തി നൽകിയ ഉറപ്പ് പോലും പാലിക്കാനായില്ല. കാരണം രാവിലെ 5:45 ഈ തിരച്ചിൽ ആരംഭിക്കും. 5 തെങ്ങിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കൂടി തിരച്ചിൽ ഉൾപ്പെടുത്തും. സ്കൂബ ഡൈവേഴ്സ് പ്രത്യേകം അവിടെ എത്തും. അവർ രാവിലെ പുലർച്ചെ ആരംഭിക്കുന്ന തിരച്ചിൽ കടൽ അനുകൂലമാണ്, ശാന്തമാണ്. അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഴയ്ക്ക് മുമ്പേ കടൽ പ്രക്ഷുബ്ധമാകുന്നതിന് മുമ്പ് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തിരച്ചിലിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷ. 9 മണിക്ക് ഈ ബഹളം ഉണ്ടായതിനു ശേഷമാണ് സ്കൂബ ഡൈവേഴ്സിനെ വിളിക്കുന്നത്. സ്കൂബ ഡൈവേഴ്സിന് ലഭിച്ച മെസ്സേജ് അവരെ വിളിക്കുന്നത് 10 മണിക്ക് ശേഷമാണ് എന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ രണ്ടാമത് ഈ ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അതിന് സന്നദ്ധമായത്? മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു. വലിയ പ്രതിഷേധം കടപ്പുറത്ത് പ്രത്യേകിച്ച് മുതലപ്പുഴയിൽ ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേരിന് സ്വകാര്യ കമ്പനിയായ സ്കൂബ ഡൈവേഴ്സ് അവിടെ വന്നപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്നു. 11:45 അവർ എത്തി. 1 മണിക്ക് അവർ അവസാനിപ്പിച്ച് ഏകദേശം 1.25 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ തുടങ്ങി. അവർ മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും നാളെ ഇതേ സംഭവം വീണ്ടും ആവർത്തിക്കും. നാളെ 10ാമത്തെ ദിവസമായി മാറുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞ ദയനീയമായ കാഴ്ച നമ്മൾ പ്രതികരണത്തിൽ തന്നെ കണ്ടതാണ്. ഇനി എന്തിനാണ് കാത്തിരിപ്പ്? അവരോട് ഇനിയെങ്കിലും സഹിഷ്ണുത, അവരോട് ഇനിയെങ്കിലും സർക്കാർ സഹായം, അവരുടെ ഉദാര മനസ്സ് കാണിക്കണം.
അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിന് പൂർണ്ണമായി മത്സ്യത്തൊഴിലാളികൾ ഒപ്പമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സഹായമാണ് വേണ്ടത് എന്നാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോഴും പേരിന് തിരച്ചിൽ തുടരുന്നുണ്ട് എന്ന വാദം ഫിഷറീസ് വകുപ്പും മറൈൻ വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള റിസൾട്ടും ഉണ്ടാകുന്നില്ല. സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഉറപ്പുകൾ മത്സ്യത്തൊഴിലാളികളോട് പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനമാണ് മുതലപ്പുഴയിൽ നിന്ന് നാം കേൾക്കുന്നത്. നൃപൻ, ഇപ്പോൾ ഈ മുതലപ്പുഴയിലാണെങ്കിലും ഈ വിഴിഞ്ഞത്താണെങ്കിലും നീണ്ടകരയിലാണെങ്കിലും അവരുടെയൊക്കെ കുടുംബങ്ങൾ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് ഇനി മൃതദേഹമെങ്കിലും കണ്ടെത്തി കൊടുത്തൂടെ എന്നാണ് ഇവരുടെ ഒരു ചോദ്യം. ഈ സർക്കാർ നൽകുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ ഈ അധികൃതർ ഈ കുടുംബത്തിന് നൽകുന്ന ഉറപ്പുകൾ ഇത് നടത്തിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഈ സർക്കാർ അടക്കം ബാധ്യസ്ഥരല്ലേ? അതുതന്നെയാണ് നമ്മൾ നേരത്തെ പലരും പ്രതികരിച്ചതുപോലെ നമ്മൾ രാവിലെ മുതലപ്പുഴയിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് നിന്ന് ജോൺ മത്യാസിൻ്റെ മകളുടെ പ്രതികരണവും ഒക്കെ തന്നെ നീണ്ടകരയിലുണ്ടായ പ്രതികരണമൊക്കെ തന്നെ അത് തന്നെയാണ്. കാരണം അവർ കാത്തിരിപ്പിൻ്റെ എത്ര നാൾ കാത്തിരിക്കും? ഇന്ന് നമ്മൾ മുതലപ്പുഴയിൽ പല മത്സ്യത്തൊഴിലാളികളും വേദനയോടെ പറഞ്ഞത് കാത്തിരിപ്പിന് എന്ന് അറുതിയാവും. ഇക്കാര്യങ്ങളിൽ അവർക്ക് ഇനി ആരെ വിശ്വസിക്കാൻ കഴിയും? കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള പ്രക്ഷുബ്ധമായ അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി വരുന്ന ഘട്ടത്തിൽ മന്ത്രിയെ തടഞ്ഞു വയ്ക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇന്നലെ രാത്രിയോടുകൂടി അവസാനം കുടുംബമാണ് രംഗത്തെത്തി ഒരു ദിവസവും കൂടി നമുക്ക് അവർ ചാൻസ് കൂടി തരുന്നു, അതുകൊണ്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മന്ത്രിയോട് ഇനി കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകണ്ട എന്ന് ഈ ഷിജിൻ്റെ ഭാര്യയും അടുത്ത ബന്ധുക്കളും സഹോദരങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവരെ ശാന്തരാക്കി നിർത്തുന്നത്. അതെന്തുകൊണ്ടാണ് ശാന്തരാക്കി നിർത്തിയത്? വീണ്ടും അവർ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കാരണം സർക്കാർ സംവിധാനങ്ങളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ കണ്ടെത്താനും കഴിയൂ എന്ന പൂർണ്ണമായ ഉറപ്പ് അവർക്കുണ്ട്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വകാര്യ വള്ളങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറംകടലിലും ഒപ്പം തന്നെ ആ പ്രദേശത്തൊക്കെ തിരച്ചിൽ തുടരുന്നുണ്ട്. മഴയാണോ വെയിലാണോ ഒന്നും നോക്കാതെ, കാലാവസ്ഥ പ്രശ്നങ്ങൾ നോക്കാതെ സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. സാങ്കേതികമായ പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ മുതലപ്പുഴി അവിടെ പോയി നമുക്ക് നേരിട്ട് കാണുമ്പോഴും അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ വിവരിക്കാൻ കഴിയൂ. ആ പുഴയെ സംബന്ധിച്ചിടത്തോളം വെള്ളം ഈ പറഞ്ഞ കായലും കടലും ചേരുന്ന ഭാഗത്തേക്കുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അതിശക്തമായ തിരമാല ഉയരും. വള്ളങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ തിരമാല ഉയരും. വള്ളം തിരിച്ചു വരുമ്പോഴും വള്ളം അകത്തേക്ക് കടലിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലുമാണ് ഈ വലിയ ശക്തമായ തിരമാലയിൽ ഈ വള്ളങ്ങൾ മറിയുന്നത്. വള്ളങ്ങൾ മറിയുമ്പോൾ നീന്തി കയറുന്ന കരയിലേക്ക് കയറുന്ന മത്സ്യത്തൊഴിലാളികൾ, വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മറ്റ് വള്ളങ്ങളിൽ നിന്നാണ് അവർ സ്ഥിരമായി രക്ഷിച്ചെടുക്കുന്നത്. അല്ലാതെ അടിയൊഴുക്കായ വെള്ളത്തിൽ പോയി കഴിഞ്ഞാലാണ് വീണ്ടും മറ്റ് കടലിലെ ഏതെങ്കിലും ഭാഗത്ത് കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി ശംഖുമുഖത്ത് 20 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ലഭിക്കുന്നത്. മറ്റൊരു അപകട സാധ്യതയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത് ഈ പാറക്കെട്ടുകൾക്കിടയിലും ഈ പുലിമുട്ടുകൾക്കിടയിലേക്കും ആഴ്ന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. നീന്തി കയറാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. അവിടേക്ക് മത്സ്യത്തൊഴിലാളികൾ സാധാരണ നീന്തി താഴേക്ക് മുങ്ങിപ്പോയാൽ പോലും ഇവർ കണ്ടെത്താൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് ആധുനിക സംവിധാനമുള്ള സ്കൂബ ഡൈവേഴ്സിനും ഒപ്പം തന്നെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്യാധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ വേണമെന്ന് പറയുന്നത്. അതിനാണ് ഹെലികോപ്റ്ററിൻ്റെ സഹായം വേണ്ടത്. അത് ലഭിച്ചിട്ടില്ല എന്നാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ പറയാനുള്ളത് ഈ മുതലപ്പുഴയിൽ നിന്നും വിഴിഞ്ഞത്ത് നിന്നും നീണ്ടകരയിൽ നിന്നും കാണാതായവർക്കുള്ള തെരച്ചിൽ എത്രയും പെട്ടെന്ന് ഊർജിതമാക്കണമെന്നാണ് സർക്കാരിനോട് അല്ലെങ്കിൽ അധികൃതരോട് അപേക്ഷിക്കാനുള്ളത്. കുടുംബം അവർക്കായി കാത്തിരിക്കുകയാണ്. ഈ അലംഭാവം സർക്കാർ വെടിയണം. ഈ അനാസ്ഥ ഇനി ഈ സാധാരണ ഈ മത്സ്യത്തൊഴിലാളികളോട് കാട്ടരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.